ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ ഇഡിയുടെ ചോദ്യം ചെയ്യലുകൾ ഏപ്രിൽ ആദ്യവാരം പുനരാരംഭിക്കും. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രതികളെയാണ് ചോദ്യം ചെയ്യാനുള്ളത്. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, അടൂർ പ്രകാശ് MP എന്നിവരെയും രണ്ടാം ഘട്ടത്തിൽ ചോദ്യം ചെയ്യും. അന്വേഷണം പൂർത്തിയാക്കിയ 50-ലധികം കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കേണ്ടതിനാലാണ് ചോദ്യം ചെയ്യലുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത്. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ഈ ഒരു ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ ഇഡിയുടെ ചോദ്യം ചെയ്യലുകൾ വീണ്ടും പുനരാരംഭിക്കുകയാണ്. നമുക്കറിയാം SIT അന്വേഷണം വഴിമുട്ടിപ്പോയതും SITയുടെ ആ ഒരു വീഴ്ചയിൽ എത്ര പ്രതികൾ, മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങിപ്പോയതും അതും സ്വാഭാവിക ജാമ്യം നേടി ഇറങ്ങിപ്പോയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇഡി വീണ്ടും പിടിമുറുക്കുന്നു, വീണ്ടും ചോദ്യം ചെയ്യുന്നു. പ്രത്യേകിച്ച് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരെ, അടൂർ പ്രകാശ് MP അടക്കമുള്ളവരെ രണ്ടാം ഘട്ടത്തിൽ ചോദ്യം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ ജിജീഷ്. അമൽ, ഇക്കാര്യത്തിൽ കാരണം നേരത്തെ തന്നെ ഈ അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ പ്രധാനപ്പെട്ട ചില ചോദ്യം ചെയ്യലുകൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇതിൽ പലരെയും ഒന്നിലധികം തവണ ചോദ്യം ചെയ്യേണ്ട ആളുകളാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ചോദ്യം ചെയ്യൽ പുനരാരംഭിക്കുന്നത്. ഏപ്രിൽ മാസം ആദ്യവാരം മുതൽ തന്നെ വീണ്ടും ചോദ്യം ചെയ്യൽ പുനരാരംഭിക്കുമെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. കാരണം നിലവിൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പത്തിക വർഷാവസാനം മാർച്ച് മാസത്തിൽ നിരവധി കുറ്റപത്രങ്ങൾ അത് പൂർത്തിയാക്കേണ്ടതുണ്ട്. കാരണം ഇഡിയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ പ്രചരിപ്പിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് കുറ്റപത്രങ്ങൾ സമർപ്പിക്കുന്നില്ല, കേസുകൾ മാത്രമാണ് നടക്കുന്നത്, അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രങ്ങൾ സമർപ്പിക്കുന്ന കേസുകൾ പരിമിതമാണ് എന്നതായിരുന്നു. എന്നാൽ ആ ഒരു പരാതിയെ പൂർണ്ണമായും തന്നെ അത് തെറ്റാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ രാജ്യത്താകെ തന്നെ 700ഓളം കുറ്റപത്രങ്ങളാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ ഒരു മാർച്ച് മാസത്തിനുള്ളിൽ സമർപ്പിക്കുന്നത്. ഒപ്പം തന്നെ എറണാകുളം മാത്രം, അല്ലെങ്കിൽ കൊച്ചി സോണൽ ഓഫീസിന് കീഴിൽ സംസ്ഥാനത്ത് മാത്രം 50-ലധികം കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കുന്നുണ്ട്. ആ ഒരു തിരക്കുകളിലേക്ക് കൂടി വിവിധ യൂണിറ്റുകൾ ഉദ്യോഗസ്ഥർ മാറിയതോടുകൂടിയാണ് ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലുകൾ താൽക്കാലികമായി അവസാനിപ്പിച്ചത്. എങ്കിൽ അത് ഇതുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ ആദ്യവാരം കൂടുതൽ ചോദ്യം ചെയ്യലില്ല. ഇനിയും ചോദ്യം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കണ്ണി എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. കാരണം ഈ കേസിൽ ഇതുവരെ ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്യലിന് വിധേയനായിട്ടില്ല. മറ്റു പല ആളുകളും, കാരണം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബു, മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീ അടക്കമുള്ള ആളുകളെയും വാസുവിനെയും, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് വാസുവിനെയും എല്ലാം തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ പ്രധാനപ്പെട്ട കാരണം ഇവരിൽ നിന്നെല്ലാം ലഭിച്ച മൊഴികൾ കൂടി അടിസ്ഥാനമാക്കി വേണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യേണ്ടത് എന്നതുകൊണ്ട് തന്നെയാണ് പോറ്റിയുടെ ചോദ്യം ചെയ്യൽ വൈകിയിരുന്നത്. അതേ ഘട്ടത്തിലാണ് കൂടുതൽ കുറ്റപത്രങ്ങൾ സമർപ്പിക്കേണ്ട തിരക്കുകളിലായതിനാൽ വീണ്ടും ചോദ്യം ചെയ്യൽ നീളുകയും ചെയ്തത്. ഈ സാഹചര്യത്തിലാണ് ഏറ്റവും ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യുക. അവിടെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളുടെ ചോദ്യം ചെയ്യലുകളിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുന്നു എന്നത് തന്നെയാണ്. കാരണം ഇതിൽ പല ആളുകളും നൽകിയിരിക്കുന്ന മൊഴികളെല്ലാം അടിസ്ഥാനമാക്കിയാണ് അത്തരമൊരു ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ, ഒപ്പം തന്നെ കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശ് MP, UDF കൺവീനർ കൂടിയാണ് അടൂർ പ്രകാശ് എന്നിവരെ അന്വേഷണ സംഘം അവരെ വിളിച്ചു വരുത്തി വിവരങ്ങൾ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളടക്കം ചോദ്യം ചെയ്യൽ പരിധിയിലേക്ക് തന്നെയാണ്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പരിധിയിലേക്ക് വരികയാണ്. ഈ സ്വർണ്ണക്കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് ഈ നിലവിൽ നടത്തിയിരിക്കുന്ന ചോദ്യം ചെയ്യലുകൾക്ക് ഒപ്പം തന്നെ, കാരണം നടൻ ജയറാം അടക്കമുള്ള ആളുകൾ അവർ സാക്ഷിപ്പട്ടികയിലേക്കാണ്, മുഖ്യ സാക്ഷികളുടെ പട്ടികയിലേക്കാണ് എത്തുന്നത്. അവർക്കറിയാവുന്ന വിവരങ്ങൾ അവർ കൈമാറി എന്ന് നേരത്തെ ചോദ്യം ചെയ്യലിന് ശേഷം നടൻ ജയറാം പ്രതികരിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിൽ നിലവിൽ മുരാരി ബാബു, ഒപ്പം തന്നെ ജയശ്രീ, വാസു, നടൻ ജയറാം, തന്ത്രി കണ്ഠരര് രാജീവർ എന്നിവരുടെ മൊഴികളാണ്, ചോദ്യം ചെയ്യലുകളാണ് പൂർത്തിയായത്. എങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെ ആരംഭിച്ച് ഒപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരെ ചോദ്യം ചെയ്തായിരിക്കും രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘം മുന്നോട്ട് പോവുക. കാരണം നിലവിൽ ലഭിച്ചിരിക്കുന്ന മൊഴികൾക്കൊപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകളിൽ പലതും അന്വേഷണ സംഘം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധനകൾ പൂർണ്ണമായും തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ തന്നെ സാങ്കേതിക വിദഗ്ധ സംഘമാണ് പരിശോധന നടത്തിയിട്ടുള്ളത്. അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും രണ്ടാം ഘട്ടത്തിൽ പ്രധാനമായും ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിലേക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കടക്കുക. അങ്ങനെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം, അല്ലെങ്കിൽ മറ്റു തിരക്കുകൾ കാരണം നിർത്തിവെച്ച ചോദ്യം ചെയ്യൽ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാൻ നീങ്ങുന്നു എന്നത് തന്നെയാണ് ഇതിലേറ്റവും പ്രധാനം. യെസ്.